അങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു കോഴിക്കോട് എന്ന് പറഞ്ഞത്. കാരണം കോഴിക്കോടാണല്ലോ ദ സോ കോൾഡ് ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള. ഇത് ഞാൻ പറയുന്നതല്ല, പല ഒമ്പന്മാരും പറയുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് രുചിച്ച് നോക്കാമെന്ന് കരുതി. ഇപ്പോൾ ഞാൻ പാരഗണിൽ എത്തിയിട്ടുണ്ട്. പാരഗണിൽ ബിരിയാണി ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ വന്നിട്ട് ഇതിനു മുമ്പ് ഞാൻ ഈ ടൈപ്പ് ബിരിയാണിയെല്ലാം ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിലും കോഴിക്കോടിൻ്റെ മണ്ണിലെത്തിയിട്ട് ഇവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു തനതായ രുചിയും വകഭേദങ്ങളും കാണുമല്ലോ. അപ്പോൾ എന്തായാലും അതൊന്ന് കഴിച്ചിട്ട് ആ ബിരിയാണിയുടെ റിവ്യൂ ഒന്ന് ഞാൻ പറയാം. ആദ്യം സീറ്റ് കിട്ടാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ഇച്ചിരി മുഷിച്ചില്ലുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പക്ഷേ സീറ്റ് കിട്ടിയതിന് ശേഷം ചൂടോടെ നമ്മുടെ ബിരിയാണി സാറിങ്ങെത്തി. അപ്പോഴത്തേക്ക് ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി. പിന്നീട് നമ്മൾ ബിരിയാണി എടുത്തുള്ള ഒരു അഭ്യാസമായിരുന്നു അങ്ങോട്ട്. അങ്ങനെ പാരഗണിലെ ബിരിയാണി ഞാനിപ്പോൾ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കോഴിക്കോട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ബിസിനസ്സായിട്ട് ഈ ഒരു ഫുഡടിയും പരിപാടിയും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ബിരിയാണിയെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ലോ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് വന്നത്. ഞാൻ ഒത്തിരി ടൈപ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ബിരിയാണി തന്നെ വേറെ പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്കൊരു വർത്തായിട്ടാണ് തോന്നിയത്. കാരണം അതിൻ്റെ ആ ഒരു നെയ്യുടെ ആ ഒരു അരോമ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു എന്താ പറയുക, അത് എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ആകെ മൊത്തം എനിക്കൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അപ്പോൾ 210 രൂപയാണ് ഈ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കഴിച്ചത്, ഈ ചിക്കൻ ബിരിയാണിക്കായത്. എന്തായാലും അത് ഒരു വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ ഒരു നിങ്ങൾ എന്തൊക്കെയാണ് ഇത് കാണുന്നവരുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബിരിയാണി ട്രൈ ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എവിടെയാണ് വേറെ ഇതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള ബിരിയാണി കിട്ടുന്ന ബിരിയാണി സ്പോട്സ് ഉണ്ടെങ്കിൽ കോഴിക്കോടുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും.